ഇപ്പോൾ റിപ്പോർട്ടായ ഏകദേശം 61 വേക്കൻസിലുണ്ട്. അതിൽ അഡ്വൈസ് അയക്കത്തില്ലെന്നാണ് PSC പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം അവരും വ്യക്തമായിട്ട് പറയുന്നില്ല. ഞങ്ങളും കയറി ഇറങ്ങി തുടങ്ങിയിട്ട് ഏകദേശം 2 മാസത്തോളമായി. ഇതുവരെ അവർ എന്താണ് അഡ്വൈസ് അയക്കാത്തതിൻ്റെ കാരണം വ്യക്തമാക്കുന്നില്ല. PSC വഴി നിയമനം കാത്ത് 10,000-കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് വിവിധ കാറ്റഗറിയിൽ ജോലി പ്രതീക്ഷിച്ച് സംസ്ഥാനത്ത് കാത്തിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി കാണുന്നുണ്ട്. CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട 100-കണക്കിന് ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം തുടർന്നു വരികയാണ്. അതിനിടയിലാണ് മറ്റ് പല വിഭാഗങ്ങളിലും നിയമനം കാത്ത ഉദ്യോഗാർത്ഥികൾ സംസ്ഥാനത്ത് ഇരിക്കുന്ന ഒരു സാഹചര്യം പുറത്തു വരുന്നത്. ഇപ്പോൾ PWD ഡിപ്പാർട്ട്മെൻറ്റിലും അതുപോലെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലുമൊക്കെ PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും നിയമനം കിട്ടാതെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കഴിയുന്നതും കാത്ത് അല്ലെങ്കിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ഭയപ്പെട്ട് കഴിയുന്ന കുറേയധികം ഉദ്യോഗാർത്ഥികളുണ്ട്. അവരിന്നിപ്പോൾ PSC ചെയർമാനെയൊക്കെ കണ്ട് ഇവരുടെ വിഷമവും മറ്റു കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കഴിയുന്നതിന് മുൻപ് ഇവർക്ക് നിയമനം നൽകണമെന്നുള്ളതാണ് ആവശ്യം. 2021 ലിസ്റ്റ് പുറത്ത് വന്നതാണ്. ആ ലിസ്റ്റ് പ്രകാരം 1500-ലധികം ആളുകൾ ആ നിയമനത്തിൽ ഉൾപ്പെട്ടതാണ്. ഇപ്പോൾ നിങ്ങൾ ഈ 1500-ലധികം പേര് ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റ് പുറത്ത് വന്നു. അതിൽ നിന്ന് പകുതി ആളുകൾ നിയമിച്ചു, ബാക്കി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾ നിയമിച്ചിട്ടില്ല. അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ആശങ്കയിലാണോ? ആശങ്കയിലാണ് ഇരിക്കുന്നത്. എന്താണ് ഇപ്പോൾ നിങ്ങൾ നേരിടുന്നൊരു പ്രതിസന്ധി അല്ലെങ്കിൽ ബുദ്ധിമുട്ട് എന്താണ്? ഇപ്പോൾ റിപ്പോർട്ടായ ഏകദേശം 61 വേക്കൻസിലുണ്ട്. അതിൽ അഡ്വൈസ് അയക്കത്തില്ലെന്നാണ് PSC പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം അവരും വ്യക്തമായിട്ട് പറയുന്നില്ല. ഞങ്ങളും കയറി ഇറങ്ങി തുടങ്ങിയിട്ട് ഏകദേശം 2 മാസത്തോളമായി. ഇതുവരെ അവർ എന്താണ് അഡ്വൈസ് അയക്കാത്തതിൻ്റെ കാരണം വ്യക്തമാക്കുന്നില്ല. ഇതിപ്പോൾ ഈ PSC ഉദ്യോഗാർത്ഥികളുടെ സമരവും പ്രതിഷേധവും കുറേ കാലമായിട്ട് നമ്മളിങ്ങനെ മലയാളികൾക്കെല്ലാം സുപരിചിതമാണ്. ഇപ്പോൾ CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ സെക്രട്ടറി പടിക്കൽ സമരം തുടരുന്നു. ഇപ്പോൾ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഈ മാസം അവസാനിക്കുകയാണ്. അപ്പോൾ അവസാനിക്കുന്നതിന് മുൻപ് നിയമനം നടത്താൻ പറ്റുമെന്നൊരു ഉറപ്പ് എവിടെന്നെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? അങ്ങനെ കിട്ടിയില്ലെങ്കിൽ ഇനി എന്താകും എന്നുള്ളൊരു ആശങ്ക, ഭയമൊക്കെ ഉണ്ടോ? തീർച്ചയായും ഉണ്ട്. അങ്ങനൊരു ഉറപ്പും നമുക്ക് കിട്ടിയിട്ടില്ല. ഇങ്ങനൊരു കേസ് കിടക്കുന്നതുകൊണ്ട് തന്നെ, സ്റ്റേ ഇല്ലതുകൊണ്ട് തന്നെ എപ്പോഴാണ് ഇതിനൊരു അഡ്വൈസ് വരിക എന്നുള്ളൊരു എന്താ പറയുക, ഒരു ലിമിറ്റില്ല. വരും എന്ന് മാത്രമേ പറയുന്നുള്ളൂ. വേക്കൻസി അവിടെ PSC എത്തിയതുകൊണ്ട് നമുക്ക് നമ്മുടെ ലിസ്റ്റ് കാലാവധി തീരുന്നതിന് മുമ്പേ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് ഈ ലിസ്റ്റ് കയറിയിട്ട് ലിസ്റ്റ് തീരുന്നതിന് മുമ്പേ ആണല്ലോ നമ്മളും നമ്മുടെ ഫാമിലിയും അത് ഡിപ്പെൻഡ് ചെയ്താണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ളൊരു റിപ്ലൈ അല്ല ഇപ്പം നമുക്ക് കിട്ടുന്നത്. ഇവരിൽ പല ആളുകളും BTech അടക്കമുള്ള പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞ് വീണ്ടും PSC പഠിച്ച് ജോലിക്ക് ശ്രമിച്ച ആളുകളാണ്. അതിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും ജോലിക്ക് കയറാൻ കഴിയാത്തതിൻ്റെ ബുദ്ധിമുട്ടിലാണ് ഈ ഓരോ ഉദ്യോഗാർത്ഥികളും. ഇപ്പോൾ ഈ മാസം റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കുകയാണ്. ഇപ്പോൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് നിങ്ങൾ എക്സാം എഴുതി ലിസ്റ്റിൽ വന്നത്? PWD ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ ഇന്നിപ്പോൾ ചെയർമാനെ കണ്ടപ്പോൾ ചെയർമാൻ എന്താ പറഞ്ഞേ? ചെയർമാൻ നോക്കാം, വെയിറ്റ് ചെയ്യുന്ന രീതിയിലാണ്. അങ്ങനെ വെയിറ്റ് ചെയ്താൽ ഇനിയും ഇത്ര നാൾ വെയിറ്റ് ചെയ്തു, ഇനിയും വെയിറ്റ് ചെയ്താൽ ഈ ലിസ്റ്റിൻ്റെ കാലാവധി കഴിഞ്ഞ് പോകില്ലേ? അത്യാവശ്യം കോടതിന് അവധിക്കാലം വരുന്നത് 2 മാസത്തോളം അവധിക്കാലം വരുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഹിയറിംഗ് ഒക്കെ വെക്കുകയാണെങ്കിലും നമുക്ക് സർവീസിൻ്റെ ടൈമാണ് കഴിയുന്നത്. ഇപ്പോൾ സർവീസ് കയറുള്ള ടൈമാണ് കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ 2018 ഇപ്പോൾ എക്സാം കഴിഞ്ഞത്. ഇപ്പോൾ 6 കൊല്ലത്തോളം ഞങ്ങൾ ഈ വേക്കൻസിയും സംഭവം കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ കയറാൻ കഴിയുന്നില്ല. അതിന് 819 ആൾക്കാർ കയറുന്നുണ്ട്, ബാക്കി 61 ആൾക്കാർ പുറത്ത് നിൽക്കുകയാണ്. എന്താ ചെയ്യാൻ കഴിയേണ്ടതെന്ന് അറിയില്ല. പഠിച്ചിട്ടും ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടും പുറത്ത് ജോലിക്ക് വേണ്ടി തെരുവിൽ അലയേണ്ട അവസ്ഥയിലേക്കാണ് സംസ്ഥാനത്തെ ഈ PSC വഴി നിയമനം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ കടന്നു പോകുന്നതെന്നുള്ള വിഷമകരമായ സാഹചര്യം പറഞ്ഞേ പറ്റുകയുള്ളൂ. കാരണം CPO ഉദ്യോഗാർത്ഥികളുടെ സമരം പോലെ തന്നെയാണ് പല വിഭാഗങ്ങളിലും ഉൾപ്പെട്ട ആളുകളുടെയൊക്കെ സാഹചര്യം. എവിടുന്നാണ് വരുന്നത്? നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? ഇടുക്കി മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകളുണ്ടല്ലേ. അപ്പം ഓരോ സ്ഥലത്തു നിന്നും ഇതിനുവേണ്ടി മാത്രം തിരുവനന്തപുരത്തേക്ക് വന്നിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്താ പഠിച്ചത്? ഈ BTech. അപ്പോൾ ഇനിയിപ്പോൾ ഒരു അവസാനത്തെ ആശ്രയമാണോ ഈ നിയമനം? അതെ, ആകെ കൂടെയുള്ള ലിസ്റ്റാണ്. അത് കിട്ടിയില്ലെങ്കിൽ ഇത്ര വർഷമായിട്ട് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. 2019 എക്സാം എഴുതിയിട്ട് ഇത് കിട്ടും എന്ന് വിചാരിച്ചിരുന്നിട്ട് ഇപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ വേക്കൻസി റിപ്പോർട്ടായി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കേസ് വന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി. എന്തായാലും നിയമനം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇവർ PSC ചെയർമാനെ കയറി കണ്ടത്. അദ്ദേഹം കുറച്ചുകൂടി കാത്തിരിക്കൂ, നിയമിക്കാമെന്നുള്ള ഉറപ്പ് വാക്കാൽ നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ മാസം അവസാനത്തോടുകൂടി 2021 പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുകയാണ്. അതിനു മുൻപ് ഈ ഉദ്യോഗാർത്ഥികൾക്ക് PWD ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലിക്ക് കയറാൻ കഴിയണം, അല്ലെങ്കിൽ ആ ലിസ്റ്റ് പൂർണ്ണമായി തള്ളപ്പെടും. അങ്ങനെ ഉണ്ടാവരുത്, അങ്ങനെ സംഭവിക്കരുത് എന്നുള്ള ആ ഒരു ആഗ്രഹത്തിലാണ് ഇവരെല്ലാവരും ഉള്ളത്. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഇവർക്ക് അർഹതപ്പെട്ട നിയമനം ലഭിക്കണം എന്നുള്ള കാര്യം തന്നെയാണ് ഈ ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് സിജോ സുധാകരനൊപ്പം ഷിജോ കുര്യൻ, മീഡിയ 1.